ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയുടെ അച്ഛൻ രവിയോട് ചോദിക്കണം, നിങ്ങൾ എന്ത് ഗിഫ്റ്റാണ് കൊടുത്തത്? അല്ല, സോപ്പൊട്ടിയാണോ അല്ലെങ്കിൽ ഗ്ലാസ്സാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രവിക്ക് വല്ലാത്തൊരു നാണക്കേട് തോന്നി. അപ്പോൾ ഈ വർഷയുടെ അച്ഛൻ പറയാണ്, അതെ ഞാൻ കൊടുത്തത് എന്താണെന്നറിയാമോ? ഞാൻ കൊടുത്തതേ ഡയമണ്ട്. അത് വല്ലതും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾക്കൊരു ഫോൺ കോൾ വരുന്നത്. അങ്ങനെ ഫോണും പിടിച്ചിട്ട് അയാൾ മാറി നിൽക്കുക. അപ്പോൾ അച്ഛമ്മ തന്നെ വിചാരിച്ചു കൊടുക്കണം, ഇവനിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അച്ഛമ്മ നേരെ ഇയാളുടെ പിന്നാലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇയാൾ ഭയങ്കര ഫോൺ വിളിയാ, ഭയങ്കര സംസാരം, വലിയ വലിയ വീരവാദങ്ങളൊക്കെയാണ് പറയുന്നത്. ഏതൊരു കുഞ്ഞ് ഫംഗ്ഷൻ, ഇവിടെയുള്ളവരൊന്നും കഴിവില്ലാത്തവരാണ് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കുടുംബക്കാരെയൊക്കെ മോശമായിട്ട് അവിടെ പറയുന്നതാണ് അച്ഛമ്മ കേൾക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് അച്ഛമ്മക്ക് സഹിക്കാൻ പറ്റില്ല. രണ്ട് വിരലും അങ്ങോട്ട് ചുരുട്ടി മടക്കിയിട്ട് ഇയാളുടെ കഴുത്തിൽ നോക്കിയോ ഒറ്റ കുത്താണ്. ഇതിനെയാണ് പെരട്ടിക്കുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ പെരട്ടി കുത്തി കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ നാക്കും തള്ളി അന്തം വിട്ട് കണ്ണും മേടിച്ച് അങ്ങനെ തന്നെ സ്റ്റാച്ചു പോലെ അങ്ങോട്ട് നിന്നുപോയി. അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായി അയാൾ. അങ്ങനെ അച്ഛമ്മ പറയണം, എടാ എന്നോട് കളിച്ച് കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ ഇരിക്കോടാ, ഇനിയേ ഞാൻ വിചാരിക്കണം നീ ഇവിടെ നിന്ന് അനങ്ങാനായിട്ട്, അതുകൊണ്ട് നീ അങ്ങനെ തന്നെ നിന്നോ. നിനക്കേ ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. പല പ്രാവശ്യം നിന്നോട് ഞാൻ പറയുന്നു വേണ്ട എന്ന്, എന്നിട്ട് എൻ്റെ കുടുംബത്തിനെ നീ നാണം കെടുത്താൻ നോക്കുന്നോടാ എന്നും പറഞ്ഞ് നമ്മുടെ അച്ഛമ്മ അവിടെ നിന്ന് പോവാണ്. ഇയാളാണെങ്കിൽ സ്റ്റാച്ചു പോലെ അവിടെ നിൽക്കല്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെയും വർഷയും കാണിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അതെ ഇനി ഇവിടെ നല്ലൊരു അതിമനോഹരമായ പാട്ടാണ് ആലപിക്കാനായിട്ട് പോകുന്നത്. അത് മറ്റാരുമല്ല എൻ്റെ ഏട്ടനായ സച്ചിയാണ് എന്ന് പറയണം. എൻ്റെ സച്ചിയേട്ടനെ നന്നായിട്ട് പാട്ട് പാടും, നല്ലൊരു ഗായകനാ. സച്ചിയേട്ടൻ വന്ന് പാട്ട് പാടാൻ പോവുകയാണെന്നും പറയണം. സച്ചിയേട്ടാ കയറി വാ സച്ചിയേട്ടാ. അപ്പോഴേക്കും രേവതി ആണെങ്കിൽ സച്ചിയുടെ കയറി ചെല്ല്, കേക്കൊക്കെ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ സ്റ്റേജിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ സച്ചി പാട്ട് പാടാനുള്ള ആ മ്യൂസിക്കൊക്കെ അങ്ങോട്ട് ഇടുകയാണ്. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും ഓടി ചെന്ന് നമ്മുടെ രേവതിയെ വിളിക്കണം. രേവതിയുടെ കയ്യിലിരുന്ന് വെച്ചാൽ ആ ഒരു കേക്ക് വേറൊരു ചേച്ചിക്ക് കൊടുത്തിട്ട് രേവതിയെ വിളിച്ചുകൊണ്ട് നേരെ സ്റ്റേജിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ അവിടെ നല്ലൊരു ഗാനമേള തുടരുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ ദേവദൂതർ പാടി എന്ന അതിമനോഹരമായ ഗാനമാണ് അവിടെ സച്ചി ആലപിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നിക്കണം, ആടുകയും പാടുകയും. പക്ഷേ ശ്രുതിക്കും മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരെ ഒന്നിനും വിളിച്ചില്ല. അവർ നോക്കൂത്തിനെ പോലെ അവിടെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കരമായിട്ടും കൈ അടിക്കുകയാണ്. സച്ചി ഇത്ര നല്ല ഗായകനാണ് ഞങ്ങൾ വിചാരിച്ചു പോലില്ല, എത്ര മനോഹരമായിട്ടാണ് സച്ചി ആലപിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പറയാണ്, അച്ഛമ്മയും പറയണം, എൻ്റെ മോനെ നന്നായിട്ട് പാട്ട് പാടും, അവനെ നല്ല കഴിവുണ്ട്. അച്ഛമ്മേ സച്ചിയേട്ടൻ മാത്രമല്ല പാട്ട് പാടിയത്, രേവതി ചേച്ചിയും പാടി നന്നായിട്ട്. രേവതിയും പാടി, എൻ്റെ മക്കള് നന്നായിട്ട് പാടി എന്നൊക്കെ ഇവരിങ്ങനെ ആഘോഷിച്ച് സന്തോഷിച്ചൊക്കെ നിൽക്കുമ്പോൾ ദേ വരുന്നു വർഷയുടെ അമ്മ. അപ്പോൾ വർഷയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണല്ല, എൻ്റെ ഭർത്താവിനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ കണ്ടില്ലല്ലോ, എവിടെ പോയി? അല്ല ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് പോയതാ. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നുണ്ടോ? എന്നെ കൂടാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കില്ലല്ലോ, ഞാൻ ഇന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ വർഷയുടെ അമ്മ നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ആ അച്ഛമ്മയും വേറെ അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് പോവുകയാണ്. അയ്യോ ഞാനവനെ പെരട്ടിക്കുത്തി സ്റ്റാച്ചു ആയിട്ട് നിർത്തിയിരിക്കുകയാണല്ലേ, പക്ഷെ ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയല്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ അച്ഛമ്മ ഇങ്ങനെ പരക്കം മാഞ്ഞു പോകുന്നത് സച്ചിയും രേവതിയും കണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അച്ഛമ്മ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഏതായാലും എന്തോ പ്രശ്നം ഉണ്ടല്ലോ, നമുക്കും പിന്നാലെ പോകാം പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പിന്നാലെ പോവുകയാണ്. അപ്പോൾ അച്ഛമ്മ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ ഇങ്ങനെ സ്റ്റാച്ചു പോലെ തന്നെ നിൽക്കുന്നതാണ് കാണുന്നത്. എടാ നിനക്കിട്ടൊരു പണി ഞാൻ തന്നില്ലേ? അപ്പോൾ സച്ചിയും രേവതി എത്തുകയാണ്. അപ്പോൾ സച്ചി രേവതി നോക്കി കഴിഞ്ഞപ്പോഴൊക്കെ അയ്യോ സച്ചിയേട്ടാ ഇത് വർഷയുടെ അച്ഛനല്ലേ, ഇതെന്താ ഇയാളിങ്ങനെ സ്റ്റാച്ചുവിനെ പോലെ നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല, അയ്യോ ഇതെന്ത് പറ്റി? എടാ ഇപ്പം മനസ്സിലായല്ലോ, നിനക്കിട്ട് പെരട്ടിക്കുത്തിന് ഇത് ഈ ഞങ്ങളോട് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സ്ഥിതി, ഇനി നീ മര്യാദയ്ക്ക് ആയിക്കോളണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അച്ഛമ്മ കഴുത്തിനിട്ട് ഒറ്റ കുത്തലാണ്. അപ്പോഴേക്കും അയാളുടെ ആ ഒരു സ്റ്റാച്ചു ഒക്കെ മര്യാദയ്ക്കായി നേരെ അയാൾ എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവാതെ നേരെ മുന്നോട്ട് പോവാണ്. അപ്പം സച്ചി ചോദിക്കണം, അച്ഛമ്മേ എന്താ അച്ഛമ്മ ഈ കാണിച്ചത്? അച്ഛമ്മ എന്താ ചെയ്തത്? എടാ ഇതാണ് മർമാണിക്കുത്ത്. മർമാണിക്കുത്തോ? ഇങ്ങനൊരു വിദ്യ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ അച്ഛമ്മേ. അച്ഛമ്മക്ക് ഇങ്ങനൊരു വിദ്യ അറിയാമെന്ന് അച്ഛമ്മ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അങ്ങനെ പല വിദ്യകളും എൻ്റെ കയ്യിലുണ്ട്
ഏ അവൻ കുറേ നേരമായി നമ്മുടെ കുടുംബത്തെ വെറുതെ കിടന്ന് അപമാനിക്കുക. പല പ്രാവശ്യമായി ഞാനിതെല്ലാം ശ്രദ്ധിക്കുന്നു. സഹി കെട്ടിട്ടാണ് ഞാൻ അവരൊരു മർമാണിക്കുത്ത് ഊത്തു കൊടുത്തത്. അപ്പോഴേക്ക് അവൻ സ്റ്റാച്ചു ആയി പോയില്ലേ. ഇനി മേലെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. സച്ചി, നീ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ചെയ്യേണ്ടതിന് പകരം നീ അവനെ അടിച്ച് നിരപ്പാക്കിയാനായിരുന്നു. അല്ല അച്ഛമ്മേ, ഈ വിദ്യ എനിക്ക് പഠിപ്പിച്ചു തരാവോ? ഈ ഒരു മർമാണിക്കുത്ത് എനിക്ക് പഠിപ്പിച്ചു തരാവോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരില്ല. പക്ഷേ ഈ മർമാണിക്കുത്ത് വേറൊരാൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. വേറൊരാൾക്കോ? ആ അതെ, അത് പഠിപ്പിച്ചു കൊടുക്കുന്നതേ എൻ്റെ രേവതി മോൾക്ക് തന്നെയാണ്. ഇത് കേട്ട രേവതി, അച്ഛമ്മേ അതിൻ്റെ അത്യാവശ്യമുണ്ട്. അച്ഛമ്മ എനിക്ക് ആ ഒരു മർമാണിക്കുത്ത് പഠിപ്പിച്ചു തരണം. ആവശ്യം വരും. ചിലവർക്കൊക്കെ ചില സമയത്ത് എനിക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് കേട്ട സച്ചി ആകെ പേടിച്ചു പോവുക. അവിടെ നിന്ന് അച്ഛമ്മേ ഇത്രയ്ക്കും വേണ്ടായിരുന്നു കേട്ടോ അച്ഛമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊറ്റ പോക്കാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വീട്ടിലെല്ലാവരും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞെത്തി നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ബുദ്ധിമുട്ടി കാലും വേദനയെടുത്ത് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എൻ്റെ ചന്ദ്രയെ കാലുവേദന ഉണ്ടെങ്കിൽ ദേ വല്ല കുഴമ്പൊക്കെ പുരട്ടിയൊന്ന് തിരുമുന്നേ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കാറുന്നത്? അപ്പോഴേക്കും അച്ചമ്മയാണെങ്കിൽ എന്നാലും എൻ്റെ ചന്ദ്രേ ഇന്നേ വരെ കാണാത്തൊരു കളിയാണ് ഞാൻ കണ്ടത്. ഓ എന്നാ ഡാൻസ് ആയിരുന്നു ചന്ദ്രേ. ഓ ആരും കളിക്കാത്ത ഡാൻസ്. എന്താ അമ്മ എന്നെ ആക്കിയതാണോ അല്ലെങ്കിൽ പുകഴ്ത്തിയതാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നു ചന്ദ്രേ, ഈ പ്രായത്തിലും നീ ഇത്ര ഗംഭീരമായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ നിന്നെ ആക്കാൻ പറ്റുമോ? നിന്നെ ഞാനൊന്ന് പുകഴ്ത്തിയതല്ലേ ചന്ദ്രേ എന്ന് പറയാണ്. ഞാനേ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു, നിന്റെ കഴിവിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇത് കേട്ട ചന്ദ്ര ഒന്നങ്ങോട്ട് പൊങ്ങുക. ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ രേവതി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കണം. അമ്മ ഈ വെള്ളം കുടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചന്ദ്ര ആ വെള്ളം കുടിക്കുകയാണ്. അപ്പോഴേക്കും ദാ വരുന്നു വർഷയും ശ്രീകാന്തും കൂടി. അതെ, ഞങ്ങളുടെ ഫംഗ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും മക്കളെ അടിപൊളിയായിരുന്നു നിങ്ങളുടെ ഫംഗ്ഷൻ, നല്ല ഗംഭീരമായിരുന്നു. അതേപോലെ തന്നെ ദേ സച്ചിയുടെ രേവതിയുടെ പാട്ട്, നിങ്ങളുടെ ഡാൻസ്, എന്തായിരുന്നു സംഭവം? അടിപൊളിയായിരുന്നു. ആണല്ലേ? ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഫംഗ്ഷൻ ഇത്രയും നല്ല ഗംഭീരമാക്കി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം അതേപോലെ തന്നെ എൻ്റെ രേവതി ചേച്ചിക്ക് ഞാനൊരു സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കേട്ട രേവതി ഞെട്ടിപ്പോണ്. സമ്മാനോ? എനിക്കോ? എനിക്കെന്താ വർഷ സമ്മാനമൊക്കെ ഉണ്ടല്ലോ. ഈ ഫംഗ്ഷൻ അടിപൊളിയാകാനുള്ള കാരണം അത് രേവതി ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും രേവതിയോ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കാൻ ശ്രുതിയൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അതെ രേവതിയാണല്ലോ അത് ഡെക്കറേഷൻ ചെയ്തത്, പിന്നെ അവളെ ഞാനും സഹായിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഫംഗ്ഷൻ അടിപൊളിയായല്ലോ. ചേച്ചി ഏതായാലും ചേച്ചി ആ ഗിഫ്റ്റ് ഒന്ന് തുറന്ന് നോക്കിക്കണ്ടേ. വർഷം ഇതൊന്നും വേണ്ടായിരുന്നു. വേണം, രേവതി ചേച്ചിക്ക് ഇത് വേണമെന്നും പറഞ്ഞുകൊണ്ട് കയ്യിലൊക്കെ കൊടുക്കുക. അങ്ങനെ രേവതി ആ ഗിഫ്റ്റ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു അടിപൊളി സ്മാർട്ട് ഫോണാണ്, പുതിയ മോഡലാണ്. അപ്പം ഇത് കണ്ട രേവതി ഞെട്ടിപ്പോണം. അയ്യോ ദേ ഫോണ് സച്ചിയേട്ടാ, നോക്കി സച്ചിയേട്ടാ ഫോണ് സച്ചിയേട്ടാ. ചന്ദ്രിക തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വർഷ ഞങ്ങൾക്ക് എന്തിനാണ് വർഷ ഈ ഫോണൊക്കെ, എനിക്കിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതെ ചേച്ചി, ഇത് പുതിയ മോഡല് സ്മാർട്ട് ഫോണാണ്, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ചേച്ചി ബിസിനസ്സൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ ചേച്ചിക്ക് ഫോണിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഫോണ് എൻ്റെ ഗിഫ്റ്റായിട്ട് ഇരുന്നോട്ടെ. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കുശുമ്പ് മൂത്തിട്ട് അവൾക്ക് എന്തിനാ ഫോണ്? അല്ലെങ്കിൽ അവൾ പൂകട്ടുന്ന ജോലിയല്ലേ, അത് കൈ കൊണ്ടല്ലേ ചെയ്യുന്നത്. പിന്നെ മുഴ അളക്കുന്നത് കൈ കൊണ്ട് തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ കണക്ക് കൂട്ടി പറയാനായിട്ടെന്നൊക്കെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആൻറ്റി ദേ ചേച്ചിക്ക് എത്ര വലിയ ഗിഫ്റ്റ് കൊടുത്താലും മതിയാവില്ല, ഡയമണ്ട് കൊടുത്താൽ പോലും മതിയാവില്ല. അത്രയ്ക്ക് നല്ല മനസ്സാണ് ചേച്ചിയുടെ, അത്രയ്ക്കും നല്ല കാര്യങ്ങളാണ് ചേച്ചി ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചേച്ചിക്ക് വേണ്ടിയുള്ള തന്നെയാണ് ഈ ഫോണെന്നൊക്കെ പറയുമ്പോൾ അവിടെ ശ്രുതിയൊക്കെ ആണെങ്കിൽ കണ്ടില്ലേ, അവർക്ക് നല്ല സ്മാർട്ട് ഫോണൊക്കെ, നമുക്കൊരു സോപ്പ് പൊട്ടി പോലും തന്നില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാണ്. അവരല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമുക്ക് അവരെ പോലെ അഭിനയിച്ച് സ്നേഹം കാണിക്കാനെന്നറിയില്ല. വർഷേ അല്ല ശ്രുതി, അത് നീ പറഞ്ഞത് വളരെയേറെ കറക്റ്റ് തന്നെയാണ്. എന്താ രണ്ടും കൂടി കിടന്ന് കുശുക്കുന്നത് എന്ന് അച്ചമ്മ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഞാൻ പറയുമായിരുന്നു അച്ചമ്മേ, അത് നല്ല പുതിയ സ്മാർട്ട് ഫോണാണ്, പുതിയ മോഡലാണ്, നല്ല ഫോണാണെന്നൊക്കെ പറയായിരുന്നു. ആടാ മനസ്സിലായടാ മോളെ രേവതി. ഏതായാലും രേവതിക്ക് ഇങ്ങനൊരു സമ്മാനം കിട്ടിയല്ലേ, നിനക്കത് അർഹതപ്പെട്ടത് തന്നെയാണ് രേവതി. അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കും രേവതി എന്ന് പറയാം. അങ്ങനെ രേവതി സച്ചിയേട്ടാ പിടിച്ചു സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോണും കൊണ്ട് അവർ പോവാം. നമ്മുടെ ഈ ചന്ദ്രയ്ക്കാണെങ്കിൽ അത് അങ്ങോട്ട് ദഹിച്ചില്ല, തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണ്. അവൾക്കൊക്കെ സ്മാർട്ട് ഫോണ്
അപ്പോഴേക്ക് ചന്ദ്ര ഇങ്ങനെ കുശു കുശു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ ചന്ദ്രേ നീ ഇങ്ങനെ കിടന്ന് പറയുന്നത്? നിനക്കേ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, നീ ഒരു ജോലി പോലും ചെയ്യുന്നുണ്ട്, പക്ഷേ അവള് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്ന് അച്ചമ്മയും പറയാം. അങ്ങനെ ചന്ദ്ര ആകെ നാണം കെട്ടൊരവസ്ഥയിലായി പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെയാണ്. അപ്പോൾ ദേവു ആണെങ്കിൽ ദേവുവിൻ്റെ കാമുകനോട് സംസാരിക്കണം. നമുക്ക് ഏതായാലും പാർക്കിൽ വെച്ച് കണ്ടാൽ മതി, പക്ഷെ ഒരു പ്രശ്നമുണ്ടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിക്ക് പൂകെട്ടലാ ജോലി, പിന്നെ എൻ്റെ ചേട്ടന് ഡ്രൈവർ. അതുകൊണ്ട് അവർ രണ്ടുപേരും എപ്പോഴും ഈ റോഡിലൊക്കെ ഉണ്ടാകും, സിറ്റിയിലൊക്കെ ഇങ്ങനെ നടക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മളെങ്ങാനും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണിയാവും. എന്തായാലും നീ അങ്ങോട്ട് വാ, നമുക്ക് കാണാമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അത്ര വലിയ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാം, അത്ര വലിയ ഉത്തരവാദിത്തം തലയിലൊക്കെ കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ദേവ് ഇങ്ങനെ സംസാരിക്കുക. അപ്പോഴാണ് അമ്മ വന്നിട്ട് ദേവു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ദേവമ്മ ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കിയിട അമ്മയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുകയാണ്. അങ്ങനെ ശരത്തും ദേവും അമ്മയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ദേവുവിനോട് അമ്മ ചോദിക്കണം, കുറേ നേരം ആയല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാ ഇത്രയ്ക്ക് സംസാരിക്കാൻ? അത് പിന്നെ അമ്മേ, എൻ്റെ ഫ്രണ്ടാണ് അമ്മേ, അവളെ നാളെ ലീവാന്നാ പറഞ്ഞത്, അപ്പം അവളുടെ ജോലിയും കൂടി നാളെ എനിക്ക് ചെയ്യേണ്ടി വരും, അപ്പം അതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സംസാരിക്കാൻ ഇത്രയും സമയമുണ്ടോ? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അവളോടല്ലാതെ പിന്നെ ആരോട് സംസാരിക്കാനാ? ഞങ്ങൾ പിന്നെ അങ്ങനെ കുറ്റവും കുറവും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, അത്രയും മാത്രമുള്ളൂ എന്നൊക്കെ പറയാണ്. ഏതായാലും അവരുടെ ഫംഗ്ഷനൊക്കെ അടിപൊളിയായി നടന്നെന്നാണ് പറഞ്ഞത്. അമ്മയെ വിളിച്ചു, പക്ഷേ അമ്മയോട് ചെല്ലണ്ടെന്നല്ലേ രേവതി ചേച്ചി പറഞ്ഞത്. അതിനുള്ള കാരണമുണ്ട്. അവിടെ വർഷയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ അവർ ഓരോന്ന് പറയും, പിന്നെ സച്ചിയേട്ടൻ്റെ അമ്മ ഓരോന്ന് പറയും. അങ്ങനെ അമ്മയ്ക്ക് അന്നത്തെ ദിവസം കണ്ണീര് കുടിക്കേണ്ടി വരും. ഏതായാലും പോകാഞ്ഞതുകൊണ്ട് കണ്ണീര് കുടിക്കേണ്ട ഒരവസ്ഥ വന്നില്ലല്ലോ എന്നൊക്കെ ദേവും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. See you again. Bye bye.